Good morning to all. നമുക്കിന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് ഐഡിൽ ടൈം. Idle time arises in those factories where workers are paid wages on time basis. In such factories, a difference is likely to arise between the gate time and the time actually spent on production. This difference of time for which worker is paid wages but for which nothing is produced is known as idle time. Idle time simply refers to time lost or the time the worker remains idle and does no work. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചായിരുന്നു മെത്തേഡ്സ് ഓഫ് റെമ്യൂണറേഷൻ. മെത്തേഡ്സ് ഓഫ് റെമ്യൂണറേഷൻ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ടൈം റേറ്റ് സിസ്റ്റവും മറ്റേത് പീസ് റേറ്റ് സിസ്റ്റവുമാണ്. ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിന് വേജസ് കൊടുക്കുന്നത് ടൈമിൻ്റെ ബേസിസിലായിരിക്കും. അവർ എത്ര ടൈമാണോ പ്രൊഡക്ഷന് വേണ്ടി ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ ഫാക്ടറിയിൽ എത്ര ടൈമാണോ അവർ ഉൾപ്പെടുന്നത്, അതിനനുസരിച്ച് വേജസ് കൊടുക്കുന്നതിനാണ് ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു അതിനനുസരിച്ച് വേജസ് കൊടുക്കുന്നതാണ് പീസ് റേറ്റ് സിസ്റ്റം. അപ്പം ഈ ഐഡിൽ ടൈം എന്ന് പറയുന്ന പ്രോബ്ലം സാധാരണ രീതിയിൽ ഈ ടൈം റേറ്റ് സിസ്റ്റത്തിൽ വേജസ് കൊടുക്കുന്ന ഫാക്ടറീസിലൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഫാക്ടറീസിൽ ഈ വർക്കേഴ്സിൻ്റെ ഗേറ്റ് ടൈമും അതുപോലെ തന്നെ ഇവർ ആക്ച്വലി ഒരു പ്രൊഡക്ഷന് വേണ്ടി എത്ര ടൈമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ആ ടൈമും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ടൈം വ്യത്യാസത്തിന് പറയുന്നതാണ് നമ്മൾ ആ അൺപ്രൊഡക്റ്റീവ് ടൈമാണ്. എന്ന് വെച്ചാൽ ഇവർ ഫാക്ടറിയിലേക്ക് കയറി വരുന്ന ടൈമും അല്ലെങ്കിൽ ഫാക്ടറിക്കുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്ന ടൈമും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസമുള്ള ടൈമിൽ ഇവർ പ്രൊഡക്ഷനൊന്നും പ്രൊഡക്റ്റീവായിട്ടൊരു കാര്യവും ചെയ്യുന്നില്ല, പ്രൊഡക്ഷനൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം അൺപ്രൊഡക്റ്റീവ് ടൈമാണ്. ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ടൈമിന് നമ്മൾ ഓർഗനൈസേഷൻ സാധാരണ വേജസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേജസ് കിട്ടുന്നതുകൊണ്ട് പക്ഷേ അതിനനുസരിച്ച് ഇവർ വർക്കും ചെയ്യുന്നില്ലാത്ത ടൈമിന് പറയുന്നതാണ് ഐഡിൽ ടൈം. എന്ന് വെച്ചാൽ ഇവർ വെറുതെ വേസ്റ്റായിട്ട് കളയുന്ന ടൈമിനും വേജസ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന ആ ടൈമിന് പറയുന്നതാണ് ഐഡിൽ ടൈം. ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ടൈം ലോസ്റ്റ്. അവർ വെറുതെ ടൈം നഷ്ടപ്പെടുത്തി കളയുക അല്ലെങ്കിൽ വെറുതെ ഐഡിയലായിട്ട് ഇരിക്കുക, ഒരു പ്രൊഡക്ഷൻ നടത്താതെ വെറുതെ ഇരിക്കുന്ന ടൈമിനാണ് നമ്മൾ പറയുന്നത് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഐഡിൽ ടൈമാണ്. ദെൻ ഐഡിൽ ടൈം ഈസ് ഓഫ് ടു ടൈപ്സ്: നോർമൽ ഐഡിൽ ടൈം ആൻഡ് അബ്നോർമൽ ഐഡിൽ ടൈം. ദെൻ അതിൽ ഫസ്റ്റ് വൺ നോർമൽ ഐഡിൽ ടൈം. Normal idle time refers to loss of time arising in normal or routine course of manufacture. It is inherent in the production process. It is natural and unavoidable. It cannot be expected, anticipated and planned. നോർമൽ ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നോർമലായിട്ട് അല്ലെങ്കിൽ സാധാരണ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഐഡിൽ ടൈമിനാണ് നോർമൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കത്തില്ല. എല്ലാ പ്രൊഡക്ഷൻ പ്രോസസ്സിലും ഇങ്ങനെയുള്ള നോർമൽ ഐഡിൽ ടൈം ഉണ്ടാകാറുണ്ട്. ഇത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്, അതുപോലെ തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രത്തോളം ഐഡിൽ ടൈം ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സിലും ഉണ്ടാകുമെന്ന് നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അത് നമുക്കൊരിക്കലും അവോയ്ഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള ഐഡിൽ ടൈമിന് പറയുന്നതാണ് നോർമൽ ഐഡിൽ ടൈം. അപ്പോൾ ഈ നോർമൽ ഐഡിൽ ടൈമിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോസസ് ഓഫ് നോർമൽ ഐഡിൽ ടൈം ഓർ നോർമൽ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടൈം ലോസ്റ്റ് വൈൽ മൂവിങ് ഫ്രം ദ ഫാക്ടറി ഗേറ്റ് ടു ദി വർക്ക് പ്ലേസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ടൈം ലോസ്റ്റ് വൈൽ മൂവിങ് ഫ്രം ഫാക്ടറി ഗേറ്റ് ടു ദി വർക്ക് പ്ലേസ്. ഒരു ഫാക്ടറി ഗേറ്റിൻ്റെ അവിടെ നിന്ന് വർക്ക് പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്ന ടൈം അത് നഷ്ടപ്പെടുന്നുണ്ട്, ടൈം ലോസ് സംഭവിക്കുന്നുണ്ട്. ആ ടൈം നോർമൽ ഐഡിൽ ടൈമിൻ്റെ കാരണങ്ങളാണ്. എന്ന് വെച്ചാൽ ഇവർ സാധാരണ രീതിയിൽ ഫാക്ടറിയിൽ എൻറ്റർ ചെയ്യുമ്പം തന്നെ ഇവർ ആ ഫാക്ടറി ഗേറ്റിൽ തന്നെ ഇവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ വെച്ചിട്ടുണ്ടാവും, അവിടെ മാർക്ക് ചെയ്യുന്നുണ്ടാവും. then അവിടുന്ന് അവർ നടന്ന പ്രൊഡക്ഷൻ പ്രോസസ്സ് എവിടെയാണോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെൻറ്റർ എവിടെയാണോ അവിടെ വരെ എത്തുമ്പോൾ ടൈം ലോസ്റ്റ് ആവുന്നുണ്ട്. അപ്പം അങ്ങനെ ലോസ്റ്റ് ആവുന്ന ടൈം നോർമൽ കോസസ് ആണ്. രണ്ടാമത്തത്, ടൈം വേസ്റ്റഡ് ഡ്യൂ ടു മെഷീൻ മെയിൻ്റനൻസ്. പ്രൊഡക്ഷൻ ആരംഭിക്കുന്നതിന് മുന്നേ മെഷീനൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അത് തൂത്ത് പൊടിയെല്ലാം മാറ്റി അതിൻ്റെ ഓയിൽസൊക്കെ ഒഴിച്ച് അത് സെറ്റപ്പ് ചെയ്യാറുണ്ട്. അപ്പം ആ സമയവും പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ആ ടൈം നമ്മുടെ
എന്താ നോർമൽ ഐഡിൽ ടൈമാണ് അല്ലെങ്കിൽ നോർമൽ കോസസ് ആണ്. ദെൻ മൂന്നാമത്തത് ടൈം ടേക്കൺ ഇൻ സെറ്റിംഗ് ആൻഡ് ക്ലീനിങ് മെഷീൻസ്, കളക്ഷൻ ഓഫ് ടൂൾസ് എക്സെട്ര. അതുപോലെ തന്നെ എന്താ മെഷീൻ സെറ്റ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, അതുപോലെ എന്താ പ്രൊഡക്ഷന് വേണ്ടിയുള്ള ടൂൾസൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങൾ. ആ സമയത്തും പ്രൊഡക്ഷൻ നടക്കുന്നില്ല, പ്രൊഡക്ഷൻ ആരംഭിക്കാനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ടൈമും ഇവിടെ നോർമൽ കോസസ് ആയിട്ടാണ് കണക്കാക്കുന്നത്, എന്ന് വെച്ചാൽ നോർമൽ ഐഡിൽ ടൈം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ ടീ ബ്രേക്സ്, പേഴ്സണൽ നീഡ്സ് എക്സെട്ര. ടീ ബ്രേക്സ് അല്ലേ, ഇടയ്ക്കൊക്കെ ചെറിയ ഇൻ്റർവെൽസ്, ടീ ബ്രേക്സ് അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയൊക്കെയുള്ള ടൈം. ഈ സമയത്ത് അവർ പ്രൊഡക്ഷൻ ഒന്നും നടത്തുന്നില്ല. ആ സമയത്തിന് നമ്മൾ നോർമൽ ഐഡിൽ ടൈം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ലാപ്സ് ഓഫ് ടൈം ബിറ്റ്വീൻ കംപ്ലീഷൻ ഓഫ് വൺ ജോബ് ആൻഡ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദി നെക്സ്റ്റ്. ഒരു ജോബ് കഴിഞ്ഞ് നെക്സ്റ്റ് ജോബ് ആരംഭിക്കുന്നതിന് മുന്നേ ഉള്ള ടൈം ഗ്യാപ്പ്. ഒരു ജോബ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ജോബ് തുടങ്ങുമ്പോൾ ഒരു 1-2 മണിക്കൂർ റെസ്റ്റൊക്കെ സാധാരണ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ടൈമിലും വർക്കേഴ്സ് പ്രൊഡക്ഷൻ ഒന്നും നടത്തുന്നില്ല. ദെൻ ആ സമയത്ത് കിട്ടുന്ന വേജസ് അല്ലെങ്കിൽ ആ വേജസ് കൊടുക്കുന്നുണ്ട്, അതിന് നമ്മൾ എന്താ നോർമൽ ഐഡിൽ ടൈം എന്നാണ് പറയുന്നത്. ദെൻ സിക്സ്ത് വൺ ടൈം ടേക്കൺ ഇൻ റിസീവിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ഫോർമാൻ. ഫോർമാൻ്റെ അടുത്തു നിന്ന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്വീകരിക്കുന്ന സമയം. ആ സമയത്തും വർക്കേഴ്സ് പ്രൊഡക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, അതിന് നമ്മൾ നോർമൽ ഐഡിൽ ടൈം ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് നോർമൽ ഐഡിൽ ടൈമിൻ്റെ കോസസ്. ദെൻ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള അബ്നോർമൽ ഐഡിൽ ടൈം. അബ്നോർമൽ ഐഡിൽ ടൈം. എനി ലോസ് ഓഫ് ടൈം ഇൻ എക്സസ് ഓഫ് നോർമൽ ഐഡിൽ ടൈം ഈസ് അബ്നോർമൽ ഐഡിൽ ടൈം. ഇറ്റ് റെഫേഴ്സ് ടു വേസ്റ്റ് ഓഫ് ടൈം which occurs due to abnormal or unanticipated reasons. It is avoidable to a great extent of proper supervision and control over labor is maintained. അബ്നോർമൽ ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ നോർമൽ ഐഡിൽ ടൈമിനേക്കാളും കൂടുതൽ ഐഡിൽ ടൈം ഉണ്ടാകുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് അബ്നോർമൽ ഐഡിൽ ടൈം. സാധാരണയായിട്ട് എന്തെങ്കിലും അബ്നോർമൽ റീസൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അൺആൻറ്റിസിപ്പേറ്റഡ്, നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഐഡിൽ ടൈം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെയുള്ള ഐഡിൽ ടൈമിന് പറയുന്നതാണ് അബ്നോർമൽ ഐഡിൽ ടൈം. ഈ അബ്നോർമൽ ഐഡിൽ ടൈം നമുക്കൊരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐഡിൽ ടൈമിന് പറയുന്നതാണ് അബ്നോർമൽ ഐഡിൽ ടൈം. ഇനി അബ്നോർമൽ ഐഡിൽ ടൈമിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മീൻസ് അബ്നോർമൽ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ മെഷീൻ ബ്രേക്ക് ഡൗൺ. പെട്ടെന്ന് മെഷീൻ എന്തെങ്കിലും കേട് വന്നിട്ട് ബ്രേക്ക് ഡൗൺ ആയെങ്കിൽ നമുക്ക് ആ സമയത്ത് വർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ദെൻ രണ്ടാമത്തെ പവർ ഫെയിലിയർ. പെട്ടെന്ന് പവർ പോവുകയാണ്, കറണ്ട് പോവുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഒന്നും നടക്കാൻ സാധിക്കുകയില്ല. ദെൻ സ്ട്രൈക്ക്, ലോക്കൗട്ട്സ്. എന്തെങ്കിലും സ്ട്രൈക്ക് അല്ലേ, വർക്കേഴ്സിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ സ്ട്രൈക്ക് നടത്തുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും സ്ട്രൈക്കൊക്കെ നടത്തുന്നത്. അതുപോലെ പെട്ടെന്ന് ഈ ഫാക്ടറിയൊക്കെ അടച്ചു പൂട്ടേണ്ട ഒരു സാഹചര്യം വന്നെങ്കിൽ ആ സമയത്തും വർക്കൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ദ നെക്സ്റ്റ് വൺ നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ, ടൂൾസ് എക്സെട്ര. മെറ്റീരിയൽസ് ഒന്നും കറക്റ്റ് സമയത്ത് നമുക്ക് കിട്ടാതെ വരികയാണെങ്കിൽ പ്രൊഡക്ഷൻ ഒന്നും നടക്കുകയില്ല. അതുപോലെ ടൂൾസ് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്തും പ്രൊഡക്ഷൻ ഒന്നും നടക്കുകയില്ല. അത് അബ്നോർമൽ റീസൺ ആണ്. അതുപോലെ ലാക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. വർക്കേഴ്സിന് കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ല എങ്കിൽ, കിട്ടുന്നില്ല എങ്കിൽ അവർ വർക്കൊന്നും അധികം കറക്റ്റായ രീതിയിൽ ചെയ്യുകയില്ല. അതും അബ്നോർമൽ ഐഡിൽ ടൈമിൻ്റെ റീസൺസ് ആണ്. ദെൻ ഫയർ, ഫ്ലഡ്, എർത്ത്ക്വേക്ക്, ആക്സിഡൻറ്റ് എക്സെട്ര. ദെൻ നാച്ചുറൽ കലാമിറ്റീസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്താ ഐഡിൽ ടൈമേ ഉണ്ടാവുള്ളൂ, മീൻസ് വർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതും അബ്നോർമൽ ഐഡിൽ ടൈമിൻ്റെ കോസസ് ആണ്. ഇതാണ് നമ്മളിപ്പം എന്താ നോർമൽ ഐഡിൽ ടൈമും പഠിച്ചു, അബ്നോർമൽ ഐഡിൽ ടൈമും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഐഡിൽ ടൈം ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. കോസ്റ്റ് അക്കൗണ്ട്സിൽ നമ്മൾ ഈ ഐഡിൽ ടൈം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ രണ്ട് തരം ഐഡിൽ ടൈമാണ് പഠിച്ചത്. ഒന്ന് നോർമൽ ഐഡിൽ ടൈമും അടുത്തത് അബ്നോർമൽ ഐഡിൽ ടൈമുമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് നോർമൽ ഐഡിൽ ടൈം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് നോർമൽ ഐഡിൽ ടൈം. നോർമൽ ഐഡിൽ ടൈം ഈസ് ട്രീറ്റഡ് ഇൻ 2 ways. They are as follows. First one, inflated wage rate method.
സെക്കൻഡ് വൺ ഓവർഹെഡ് മെത്തേഡ്. എന്താണ് ഇൻഫ്ലേറ്റഡ് വേജ് റേറ്റ് മെത്തേഡ് എന്ന് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് വേജ് റേറ്റ് ഈസ് ഇൻഫ്ലേറ്റഡ് പ്രൊപ്പോർഷനേറ്റ്ലി ആൻഡ് സ്പ്രെഡിങ് ദ കോസ്റ്റ് ഓഫ് ഐഡിൽ ടൈം ഓവർ the effective hours. Thus, in this method, cost of idle time is treated as direct labor cost. Inflated wage rate മെത്തേഡിൽ ഐഡിൽ ടൈം കോസ്റ്റ് മീൻസ് ഐഡിൽ ടൈമിന് കൊടുക്കുന്ന വേജസ് ആണ് ഐഡിൽ ടൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഐഡിൽ ടൈമിന് കൊടുക്കുന്ന വേജസ് എന്ന് വെച്ചാൽ വർക്കേഴ്സ് പ്രൊഡക്ഷനിൽ ഉൾപ്പെടാത്ത സമയത്ത് കിട്ടുന്ന വേജസ് ആണ് ഐഡിൽ ടൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഐഡിൽ ടൈം കോസ്റ്റ് ഇൻഫ്ലേറ്റഡ് വേജ് റേറ്റ് മെത്തേഡിൽ നമ്മൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ എത്രയാണോ ഇവർക്ക് ഐഡിൽ ടൈം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഐഡിൽ ടൈം കോസ്റ്റ് എത്രയാണോ ആ ഐഡിൽ ടൈം കോസ്റ്റിനെയും ഇവർ ഡയറക്റ്റ് ലേബറിലേക്ക് അല്ലെങ്കിൽ എഫക്റ്റീവ് അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എഫക്റ്റീവ് അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ഇവിടെ ലേബർ കോസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 10 മണിക്കൂറാണ് ഇവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ 10 മണിക്കൂറുള്ള ഒരു ദിവസമാണ് വർക്ക് ചെയ്യേണ്ടത്. ഇവർ 8 മണിക്കൂർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ 2 മണിക്കൂർ ഐഡിൽ ടൈമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർക്ക് വേജസ് കൊടുക്കുന്ന ഒരു ദിവസത്തെ വേജസ് ഒരു എക്സാമ്പിൾ പറയുന്നത് 100 രൂപയാണ് വേജസ് കൊടുക്കുന്നതെങ്കിൽ അതിൽ 2 മണിക്കൂറിനുള്ള വേജസ് ടോട്ടൽ ഒരു ദിവസത്തെ മുഴുവനായിട്ടാണ് വേജസ് കൊടുക്കുന്നത്. 10 മണിക്കൂറിനാണ് വേജസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 മണിക്കൂറിൽ വരുന്ന വേജസ് എന്ന് പറയുന്നത് ഐഡിൽ ടൈം കോസ്റ്റാണ്. ബാക്കിയുള്ള 8 മണിക്കൂറിൽ വരുന്ന വേജസ് മാത്രമേ എഫക്റ്റീവ് ആയിട്ടുള്ള വേജസ് ആയിട്ട് വരുന്നുള്ളൂ. ഇവിടെ ഈ ഇൻഫ്ലേറ്റഡ് വേജ് റേറ്റ് മെത്തേഡിൽ ഈ 100 രൂപേനെയും നമ്മൾ എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സിലേക്ക് മാറ്റുന്നു. 100 രൂപേനെയും 8 മണിക്കൂറിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഐഡിൽ ടൈം കോസ്റ്റിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നില്ല. 100 രൂപയും നമ്മൾ ഈ 8 മണിക്കൂറായിട്ടുള്ള ആക്ച്വൽ വർക്കിംഗ് അവേഴ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ മുഴുവൻ ഈ 100 രൂപേനെ നമ്മൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്ത് നോക്കുക ഓവർഹെഡ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ഐഡിൽ ടൈം കോസ്റ്റ് ഈസ് ട്രീറ്റഡ് ആസ് വർക്ക് ഓവർഹെഡ്സ് ആൻഡ് വേജസ് ഫോർ എഫക്റ്റീവ് അവേഴ്സ് ഷുഡ് ബി ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ ആസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഓവർഹെഡ് മെത്തേഡിൽ ഐഡിൽ ടൈം കോസ്റ്റ് എത്രയാണോ ഐഡിൽ ടൈം കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ആ ഐഡിൽ ടൈം കോസ്റ്റിനെ നമ്മൾ പ്രൊഡക്ഷൻ ഓവർഹെഡ്സിലേക്ക് അല്ലെങ്കിൽ വർക്ക് ഓവർഹെഡ്സിലേക്ക് നമ്മൾ മാറ്റുന്നു. എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സിൽ വരുന്ന എന്ന് വെച്ചാൽ എഫക്റ്റീവ് വേജസ് മാത്രമേ നമ്മൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റിലേക്ക് മാറ്റുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ ഐഡിൽ ടൈം കോസ്റ്റ് എന്ന് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 2 മണിക്കൂറിൽ എത്രയാണ് വേജസ് എന്ന് കണ്ടുപിടിക്കുക. 2 മണിക്കൂറാണ് ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ഈ 2 മണിക്കൂറിലുള്ള വേജസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. ഈ 2 മണിക്കൂറിലുള്ള വേജസ് എന്ന് വെച്ചാൽ ഐഡിൽ ടൈം കോസ്റ്റ് നമ്മൾ ഫാക്ടറി ഓവർഹെഡ്സ് അല്ലെങ്കിൽ വർക്ക് ഓവർഹെഡ്സ് ആയിട്ട് മാറ്റുന്നു, വർക്ക് ഓവർഹെഡ്സിലേക്ക് കാണിക്കുന്നു. പിന്നെയുള്ള 8 മണിക്കൂറിനുള്ള വേജസ് മാത്രമേ നമ്മൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റായിട്ട് കാണിക്കുന്നുള്ളൂ. നേരത്തെ ഇൻഫ്ലേറ്റഡ് വേജ് റേറ്റ് മെത്തേഡിൽ മുഴുവനും ഒരു ദിവസത്തെ ആ 10 മണിക്കൂറിനുള്ള വേജസിനെ നമ്മൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റായിട്ട് കാണിക്കുന്നു. ഓവർഹെഡ് മെത്തേഡിൽ ഐഡിൽ ടൈം കോസ്റ്റ് അത്രയാണെന്ന് സെപ്പറേറ്റ് കാണുന്നു. ആക്ച്വൽ വേജസ് എത്രയാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നു. അതിന് ഐഡിൽ ടൈം കോസ്റ്റ് നമ്മൾ ഫാക്ടറി ഓവർഹെഡ്സിലേക്ക് മാറ്റുന്നു. അതുപോലെ തന്നെ എഫക്റ്റീവ് അവേഴ്സിൽ വരുന്ന വേജസിനെ നമ്മൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റായിട്ടും കാണിക്കുന്നു. ഇതാണ് നമ്മുടെ നോർമൽ ഐഡിൽ ടൈമിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിനടുത്ത ട്രീറ്റ്മെൻറ്റ് ഓഫ് അബ്നോർമൽ ഐഡിൽ ടൈം. ബീയിങ് കൺട്രോളബിൾ, അബ്നോർമൽ ഐഡിൽ ടൈം കോസ്റ്റ് ഷുഡ് നോട്ട് ഫോം എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഷുഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം കോസ്റ്റ്. അക്കോർഡിംഗ്ലി abnormal idle time wage should be debited to costing profit and loss account. നമ്മൾ അബ്നോർമൽ ഐഡിൽ ടൈം നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അബ്നോർമൽ ഐഡിൽ ടൈമിൻ്റെ കോസ്റ്റ് നമുക്ക് ഈ പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുകയില്ല. കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പം ഈ ഓർഗനൈസേഷനിൽ എഫക്റ്റീവ് കൺട്രോളിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അബ്നോർമൽ ഐഡിൽ ടൈം ഉണ്ടാകാനുള്ള സാധ്യത. അപ്പം അതുകൊണ്ട് തന്നെ അത് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ചാർജ് ചെയ്യാൻ സാധിക്കത്തില്ല, ഒരു പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അബ്നോർമൽ ഐഡിൽ ടൈം കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോസ്റ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ.
അബ്നോർമൽ ഐഡൽ ടൈം കോസ്റ്റ് എത്രയാണോ അത് നമ്മൾ കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ചതിന് ശേഷം അത് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നു. ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്.